ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ വാങ്ങിയെന്ന് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കേട്ടോ, എൻ്റെ ചാനലിൽ ആദ്യത്തെ ബ്ലോഗാണ്, അതുകൊണ്ട് കുറച്ച് കുറ്റൊക്കെ ഉണ്ടാവും, ചില തെറ്റുകളൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോഴാണ് ഗൈസ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നോട്ട്ബുക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോട്ട്ബുക്കിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കാണ്. അത് ഞങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 35 റുപ്പീസാണ്. പേജ് വരുന്ന ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വരയുള്ള നോട്ട്ബുക്കാണ്. ഓക്കെ, വരയുള്ള ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ 4 നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, പിന്നെ ഗൈസ് ഇതുപോലെ തന്നെ സെയിം റേറ്റും സെയിം പേജസ് ഉള്ള രണ്ടാമത്തെ നോട്ട്ബുക്ക്. പിന്നെ വീണ്ടും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട് 3, പിന്നെ വീണ്ടും 4, അങ്ങനെ ടോട്ടൽ 4 നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. ക്ലാസ്മേറ്റിൻ്റെ 35 റുപ്പീസിൻ്റെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ 4 നോട്ട്ബുക്ക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് നോക്കിയിരുന്നു, ബട്ട് വരയുള്ള നോട്ട്ബുക്ക് സെറ്റായിട്ട് കിട്ടാനില്ല. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് ഗൈസ് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ വരയുള്ള നോട്ട്ബുക്ക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെറ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. ഇതിന് ഓഫർ നടക്കുന്നുണ്ട്, 25% ഒക്കെ ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് വീണ്ടും നോട്ട്ബുക്ക് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു ബ്രാൻഡ് നോട്ട്ബുക്കാണ്, വണ്ടർ നോട്ട്ബുക്ക് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് എൻ്റെ ക്ലാസ്മേറ്റിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടമായി. കാരണം വെച്ചാൽ ഇതിലെ നോട്ട്ബുക്കിൻ്റെ ലൈൻസുള്ള നോട്ട്ബുക്ക് തന്നെയാണ്, വേറെ നോട്ട്ബുക്ക് തന്നെയാണ്. കുറച്ച് ബ്രൈറ്റ് ഉണ്ട് പേജസ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഈ ചട്ടുണ്ടല്ലോ, നല്ലൊരു കട്ടിയുണ്ട്, അതുകൊണ്ട് വെള്ളമായിരുന്നു അത്ര പെട്ടെന്ന് ഇതാവുന്നില്ല. പക്ഷേ ക്ലാസ്മേറ്റിൻ്റെ കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്ക് എനിക്ക് ഇഷ്ടമായി. ഇത് ഞാൻ സ്കൂളിലൊക്കെ ഓരോ ബുക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ അവിടെ ഒന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒന്നേ കണ്ടുള്ളൂ. ഇതിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തു. പിന്നെ എടുത്തിട്ടുള്ള ഡിസൈനൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡിസൈൻ വർക്കാണ് വരുന്നത്. എന്തോ ഫ്രീ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ. അപ്പോൾ ഗൈസ് ബ്രാൻഡ് ഓർപ്പിച്ചോളൂ, വണ്ടറാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ വെറുതെ നോക്കി നോക്കുക, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ പറഞ്ഞു. റേറ്റ് 55, 152 ആണ് കേട്ടോ. മറ്റേ ക്ലാസ്മേറ്റിനേക്കാൾ റേറ്റ് കൂടുതലുണ്ട്, പേജസും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 എന്ന് വെച്ചാൽ സെയിം റേറ്റ് ആണ്, സെയിം പേജസ് തന്നെയാണ്. ജസ്റ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇത് മാത്രമാണ് വ്യത്യാസം. ഇതൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇത് സെയിം റേറ്റ് തന്നെയാണ്, ചെറിയൊരു ഡിസൈൻ വർക്ക് മാത്രം വ്യത്യാസം കേട്ടോ. അപ്പോൾ അതായത് ഇത്രയും വരെ നോട്ട്ബുക്ക് ഇട്ടിട്ടുണ്ട്. ഇതും അവിടെ സെറ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടോ എടുത്തത്. ഓക്കെ, ഡിസൈൻ പക്ഷേ നമുക്ക് ഒരേപോലെ ഡിസൈൻ കിട്ടും. ഓക്കെ, ഇനി ഞാൻ സെറ്റായിട്ട് എടുത്തിട്ടുള്ള നോട്ട്ബുക്ക് കൂടി കാണിച്ചു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അവോക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡാണ് ഗൈസ്. അവോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ വരയില്ലാത്ത നോട്ട്ബുക്കാണ് ഗൈസ്. ഇത് 10 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കാണിച്ചത് 10 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത്. ഞാൻ സത്യം പറയട്ടെ, നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു നോട്ട്ബുക്കിന്. ഇത് സെറ്റ് പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ വരയില്ലാത്തത് സെറ്റായിട്ടുണ്ട്. അവിടെ നല്ല റേറ്റിന്, അതുകൂടാതെ നല്ല ഓഫർ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബുക്ക് ഇത് തന്നെയാണ്. ഇതിൽ വരയില്ലാത്ത മാത്രമേ അവിടെ കാണുന്നുള്ളൂ. വരയുള്ളതാണെങ്കിൽ ചെറിയ കട്ടി കുറഞ്ഞ ബുക്കാണ്. അതൊന്നും നമുക്ക് സ്കൂളിൽ അത്ര യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കുറച്ച് കട്ടി വേണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റായിട്ട് ഒരു വരയില്ലാത്ത നോട്ട്ബുക്കിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 10 എണ്ണത്തിൻ്റെയാണ്. കളർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. 4 ഗ്രീന്, പിന്നെ 3 ഓറഞ്ച്, 2 പിങ്ക്, ഒരു പർപ്പിൾ കളറാണ്. അങ്ങനെയാണ് വരുന്നത്. ഇതിൽ നെയിം സ്ലിപ്പ് പൊട്ടിക്കേണ്ട ആവശ്യം കാണിച്ചു തരാം. ഫ്രണ്ടിൽ എന്നതാ നെയിം, സ്കൂള് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നെയിം സ്ലിപ്പ് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ബുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ബുക്ക് കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൽ ചിലപ്പോൾ മാഞ്ഞു പോകും. കാരണം നമ്മൾ ബുക്ക് കവർ ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു 10 എണ്ണത്തിൻ്റെ സെറ്റാണ് കേസ് ഇത് വരുന്നത്. ഇതിന് 172 പേജസാണ്. റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. ബട്ട് അവിടെ ഓഫർ ഉണ്ട്. ഇതിന് 35 റുപ്പീസ് എത്ര ഓഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ 35% ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല റേറ്റിൽ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ബുക്കാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ക്ലാസ്മേറ്റിനൊക്കെ ഇടയിലായിട്ട് നമ്മൾ ഇങ്ങനെ ഇടയിലൊക്കെ നോക്കണം, നല്ല കിട്ടുള്ളൂ. അവോക്കി എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങൾ വാങ്ങിക്കൊള്ളൂ. നല്ല ക്വാളിറ്റി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ 10 എണ്ണത്തിൻ്റെ വരയില്ലാത്തതിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ നോട്ട്ബുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് മെയിനായിട്ടുള്ള ബാഗ് കാണിച്ചു കേട്ടോ ഗൈസ്. അടുത്തതായിട്ട് മെയിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ബാഗാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു ചെറിയ ബാഗാണ് നോക്കിയെടുത്തിട്ടുള്ളത് ഗൈസ്. ദിസ് ഈസ് മൈ ബാഗ്. ഫുള്ളായിട്ട് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഓക്കെ, ബ്രാൻഡ് ഫോർട്ട്ലി ദ ട്രാവലർ പാർട്ട്ണർ അങ്ങനെ എന്തോ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ അതാ ഒരു ഹലോ ബിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഡിസൈനും കൂടി വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു മോഡലാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാറ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായ മോഡലാണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു ഡിസൈൻ വർക്കാണ്. പിന്നെ ഇവിടെ ഒരു സിബ്, അങ്ങനെ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനത്തെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടിരുന്നു. ഇതന്നെ എനിക്ക് വേണം ആഗ്രഹമാണ് ആ ഡിസൈന്. അപ്പോൾ ഞാൻ അത് തന്നെ നോക്കിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. പക്ഷേ ഗൈസ് നല്ല ലൈറ്റ് പേസ്റ്റൽ കളേഴ്സാണ് കൂടുതലും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ കൂടുതൽ ഈ ഒരു ബാഗ് കളർ വരുന്നത് പേസ്റ്റൽ കളേഴ്സാണ്. പിങ്ക്, പർപ്പിൾ, ആ കളേഴ്സൊക്കെയാണ്. പക്ഷേ ഗൈസ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നെതടിക്കാനും പിന്നെ അങ്ങനെ വെള്ളം കഴിക്കണമെങ്കിൽ ബ്ലാക്ക് ഡോട്ട്സ് പോലെ ഇങ്ങനെ വരില്ലേ. ഞാൻ കൂടാതെ തന്നെ പെട്ടെന്ന് ചളിയാവും, അങ്ങനെ പെട്ടെന്ന് അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള കളർ, ഒരു മെറൂൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി ചെയ്തു. അപ്പോൾ ഇതിൽ എത്ര അറകളാണ്? 1, 2, 3, 4 അറകൾ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊരു സിബ് വരുന്നുണ്ട്.
അത്യാവശ്യം നമുക്കിപ്പോൾ ചെറിയ പോക്കറ്റ് പോലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ പൗച്ച് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു കര വരുന്നുണ്ട്. ഓക്കെ, ഇത് റേറ്റാണ് ഗൈസ്. ഇതിന് 680 പിന്നെ നമുക്ക് ഓഫറായിട്ട് ഇപ്പോൾ അവിടെ 600 രൂപ നമുക്ക് ഈ ഒരു ബാഗ് കിട്ടിയത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ലഞ്ച് ബോക്സ് പോലെ എടുത്തൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു സിബ് വരുന്നുണ്ട്. പിന്നെ ബുക്കും കാര്യങ്ങളും വെക്കാൻ വേറൊരു സിബുണ്ട്. ഇതാ വലിയൊരു സിബാണ്. ഇത് കാണുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള ഒരു ബാഗാണ്. ഇത് ഡിസൈൻ ആട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല സിബ് ഉണ്ട്, ഇത് ഡിസൈനാണ്. ഓക്കെ, പിന്നെ ഇതാ ഒരു നമ്മളെ ബോട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു സാധനമില്ലേ, അത് 2 സൈഡിലും ഉണ്ട് കേട്ടോ. 2 സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഞാൻ ചിലവരുടെ ബാഗിൻ്റെ ബാക്കിൽ കണ്ടിരുന്നു, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത്രയും സിബ്ബാണ് ഇതിൽ വരുന്നത് കേട്ടോ. 4 സിബ്ബാണ്. നമുക്ക് മെയിനായിട്ട് അത്ര മതിയല്ലോ, നമുക്ക് ഓവറായിട്ട് വേണ്ട. ഇപ്രാവശ്യം ഞാൻ ചെറിയ ബാഗാണ് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല വലിയ ബാഗ് വേണ്ട, ഇഷ്ടമാണ് ചെറിയ ബാഗ്. ഇതിന് നല്ല ഇഷ്ടപ്പെട്ട ഡിസൈനുമാണ്. അപ്പോൾ ദിസ് ഇസ് മൈ ബാഗ്. ഓക്കെ, അടുത്തായിട്ട് ഗൈസ് ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങിയത് കാണിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി വാട്ടർ ബോട്ടിലാണ് ഗൈസ്. ഇതിൽ അത്ര പെട്ടെന്ന് കാണുന്നില്ല. ശരിക്കും ഗൈസ് ഇതല്ല കളർ കിട്ടും, ഇതിൽ കൃത്യമായിട്ടുള്ള കളറല്ല കാണിക്കുന്നത്. ഇതാ ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ. പേസ്റ്റൽ ഒരു പിങ്ക് കളറാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ. മെറ്റലിനൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് പുറത്തൊരു പിങ്കാണ്, പേസ്റ്റൽ പിങ്ക്. പക്ഷേ ഗൈസ് ഇത് എന്താ പറയുക, സ്റ്റീലാണ്. ഇതിൻ്റെ ടോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് സ്റ്റീൽ ബോട്ടിലാണ്. നമ്മുടെ വെള്ളമൊന്നും ലീക്കാവില്ല, അങ്ങനത്തെ ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിലും സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീലാണ്, പക്ഷേ പുറത്ത് കാണുമ്പോൾ സ്റ്റീലാന്ന് തോന്നില്ല, പക്ഷേ ഉള്ളിൽ സ്റ്റീലാണ്. ഓക്കെ, സൗണ്ട് കേട്ടാൽ മനസ്സിലാവും സ്റ്റീലാണ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് മൈ ബോട്ടിൽ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പെന്ന്, പെൻസിൽ അങ്ങനത്തെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ദിസ് പെൻ. അപ്പോൾ ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലയർ റാപ്പിഡ് ജെൽ. ഞാൻ ജെൽ പെന്നാണ് ഗൈസ് ഉപയോഗിക്കാറ്, പക്ഷേ എക്സാമിന് ജെൽ പെന്നോട് എഴുതാൻ പറ്റില്ല. പക്ഷേ ഞാൻ നോട്ട്ബുക്കിലൊക്കെ എനിക്ക് കുറച്ചൊരു ഇത് വന്നിട്ടുള്ളത് ജെൽ പെന്നിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ജെൽ പെന്നാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഫ്ലയർ റാപ്പിഡ് ജെല്ലാണ്. അപ്പോൾ വാട്ടർ പ്രൂഫ് ഇങ്കാണ് ഗൈസ്, വാട്ടർ പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. ബട്ട് നമുക്ക് ഓഫർ 60 റുപ്പീസിന് കിട്ടി. ഇതിൽ 5 എണ്ണം ഉണ്ട്. ഇത് ഓഫറാണെന്ന് തോന്നുന്നു. ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഫ്ലയറിൻ്റെ ജെൽ പെന്നാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സെറ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് പെൻസിൽ നോക്കാം. പെൻസിൽ ഞാൻ എല്ലാവരും ഷപ്സര അല്ലെങ്കിൽ ഡോംസ് ആണ് വാങ്ങാറ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഒരു വെറൈറ്റി പെൻസിലാണ്. കോറസ് വിക്ടർ എക്സ്ട്രാ ഡാർക്ക് പെൻസിൽസാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 10 പെൻസിൽസ് വിത്ത് ഫ്രീ ഷാർപ്പനർ ആൻഡ് ഇറേസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഷാർപ്പനറും ഇറേസറും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ക്വാളിറ്റി പെൻസിൽസാണ് ഇതിൽ വരുന്നത്. അത് കളർഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് ബ്ലൂയുടെ 2 പെൻസിൽ വരുന്നു. പിന്നെ പർപ്പിൾ കളറിൽ 2 പെൻസിൽ വരുന്നുണ്ട്. പിന്നെ യെല്ലോ കളറിൽ 2 പെൻസിൽ വരുന്നുണ്ട്. പിന്നെ ഇതാ പിങ്ക് കളറിൽ 2 പെൻസിൽ വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഓറഞ്ച് കളറിൽ 2 പെൻസിൽ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 10 പെൻസിലാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറേസറാണ്. ഇതാ ഒരു പിങ്ക് ഇറേസറും പിന്നെ പിങ്ക് ഷാർപ്പനറും വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓഫർ ഉണ്ട്, അതുകൊണ്ട് തന്നെ 60 റുപ്പീസിനല്ല, ചെറിയ ഓഫറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗൈസ് നമ്മൾ മെയിനായിട്ട് നോട്ട്ബുക്കൊക്കെ വാങ്ങിയല്ലോ, ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി നോട്ട്ബുക്കൊക്കെ പൊതിയുന്ന ബുക്ക് കവർ വേണ്ടേ, കാണിച്ചാൽ ഗൈസ് ഇതാണ് നമ്മുടെ ബുക്ക് കവർ വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയിലൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, കളർ ചെയ്താണെന്നോ ഒരു യെല്ലോയിഷ് കളറാണ് ഇത് ഗൈസ്. ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ പോലെ എന്തോ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ, ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് പറയുന്നത്. റേറ്റ് വരുന്നത് 45 റുപ്പീസാണ്. സൈസ് 33 സെൻറ്റിമീറ്റർ × 1 മീറ്റർ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോട്ട്ബുക്കിൻ്റെ സൈസാണ്. ഇതാ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാ ക്ലാസ്മേറ്റിന് നോട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ ഒരു സൈസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 ഒന്നുണ്ടായിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല, കാരണം അത്യാവശ്യം നോട്ട്ബുക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ 1 2 3 4 5 5 ഇങ്ങനത്തെ ഒരേ സൈസ് ഒരേപോലത്തെ 5 എടുത്തിട്ടുണ്ട്. ഈ 5 മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഗൈസ് നോട്ട്ബുക്കിന് മാത്രമായിട്ടുള്ള ചട്ടയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നോട്ട്ബുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് കവറാണ് 5 എടുത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അഥവാ ഇനിയും ബാക്കി വന്നാൽ നമുക്ക് വേണമെങ്കിൽ വേറെ അടുത്ത ബുക്ക് വാങ്ങുമല്ലോ, നമ്മൾ സെക്കൻഡ് പാർട്ടൊക്കെ വാങ്ങുമ്പോൾ പുതിയ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, 5 എടുത്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് ടെക്സ്റ്റ് ബുക്കിന് ഞാൻ വേറെ ടൈപ്പ് ചട്ടയാണ്, അത് ഞാൻ മനസ്സിലാട്ടോ. ഗൈസ് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് വൈറ്റ് ചട്ടാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് പോലത്തെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഒരു റോളാണ്. അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കിന് ആ നീളമുണ്ട്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ചുകൂടി നീളം വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കുറച്ച് നീളമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത് കേട്ടോ. കാരണം ഇതിൻ്റെ വലുത് അവിടെ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര വലുതായി പോയി. അതിന് നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ അത്രയും വലുപ്പമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ കട്ട് ചെയ്ത് കളയേണ്ട ഇഷ്ടമാണ് ഞാൻ ഈ ഒരു വലുപ്പമുള്ള ഇങ്ങനത്തെ വാങ്ങിയത് കേട്ടോ ചട്ട. അപ്പോൾ ചട്ട നമ്മൾ ടെക്സ്റ്റിന് വേറെ നോട്ടിന് വേറെ ആയിട്ടാണ്. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ് 2 ചട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നീളമുണ്ട്. സൈസ് 60
₹17 ആണ്. ബട്ട് നമുക്ക് ഓഫറായിട്ട് 50 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളൂ. ഈ 2 എണ്ണം ടെക്സ്റ്റ് ബുക്കിന് മതിയാവും. ആഴ്ചയിൽ 50 രൂപയുടെ അത്യാവശ്യം ഇതിലുണ്ട് കേട്ടോ. വേണം ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇത് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം 40-ൻ്റെയൊക്കെ 20-ൻ്റെയൊക്കെയാണ് വാങ്ങാറ്. അങ്ങനത്തെ ഒരു 5 എണ്ണമൊക്കെ വാങ്ങും. പക്ഷേ ഇപ്രാവശ്യം 50-ൻ്റെ ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മതിയാവും ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അടുത്തതായിട്ട് ഗൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്ലൂ ആണ്. അപ്പോൾ ഫെവിഗം ആയിട്ടുള്ള ഈ ഒരു യെല്ലോ ഫെവിക്കോളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഫെവിക്കോൾ അല്ല, ഫെവിഗം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5 രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 10 രൂപ. പിന്നെ എടുത്തിട്ടുള്ളത് കുറേ കാലം ഗൈസ് ഇത് വാങ്ങണം വിചാരിക്കുന്നു. ക്യാമൽ എന്നുള്ള ബ്രാൻഡിൻ്റെ ബ്രഷ് പെൻസ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ബ്രഷ് പെന്ന് എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ഞാൻ ബ്രഷ് പെൻ വാങ്ങി ഗൈസ്. ഇതിൻ്റെ റേറ്റ് 225 രൂപയാണ്. ഇതിന് ഓഫർ ഉണ്ടോ എനിക്കറിയില്ല. 225 രൂപ ഉണ്ട്. ഇതിന് 12 പെൻസ് ആണ് കേട്ടോ. 12 ഷെയ്ഡ്സ് വരുന്ന ക്യാമലിൻ്റെ ബ്രഷ് പെന്നാണ് ഗൈസ്. ഇത് എഴുതി കാണിക്കേണ്ട ആവശ്യമാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മിക്ക ആളുകളുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് അത് ഇഷ്ടമുള്ള ഐറ്റം ആയതുകൊണ്ട് ഞാൻ എടുത്തു. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷ് പെന്നിൻ്റെ ഈ സെറ്റിന് 42 ഷെയ്ഡ്സിനൊക്കെ 400 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 12 ഷെയ്ഡ്സിൻ്റെ എടുത്തു. ഓക്കെ. പിന്നെ വരുന്നത് ഗൈസ് ദിസ് വൺ. ഇതൊരു സെറ്റാണ്. ഇതിൽ ക്രയോൺസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ അവിടെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. ഇത് 99 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, 99 റുപ്പീസാണ് വരുന്നത്. വളരെ റേറ്റ് കുറവാണ്. കാരണം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. പെൻസിൽ പാക്ക്, വാട്ടർ കളർ പാക്ക്, പ്ലാസ്റ്റിക് ക്രയോൺ പാക്ക്, കളർ പെൻസിൽ, ഇറേസർ, പെൻസിൽ ഷാർപ്പനർ, ഇതൊക്കെയാണ് വരുന്നത്. ഡോംസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ചാമ്പ്യൻസ് കിറ്റ്. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് വാങ്ങണ്ടല്ലോ. 100 റുപ്പീസേ ഉള്ളൂ. പക്ഷേ കേസ് ഇതിന് നമുക്ക് ബില്ലിൽ 98 റുപ്പീസ് കാണിക്കുന്നുള്ളൂ. 2 റുപ്പീസ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ. അപ്പോൾ ഇതാ സിസറൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ കട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ. ഇതൊരു അൺബോക്സിങ് വീഡിയോ കൂടി ആയിട്ടുണ്ട് അല്ലേ. ഷോപ്പിംഗ് ഹോൾ പ്ലസ് അൺബോക്സിങ് വീഡിയോ. അങ്ങനെ ഗൈസ് എന്താ അൺബോക്സ് ചെയ്തേ ഗൈസ്. പെൻസിൽ വാങ്ങേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഓപ്പണിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതവിടെ ഒരു സാധനം വരുന്നുണ്ട്. സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഉണ്ട് ഗൈസ്. ഇത് പെൻസിലിൻ്റെ ബാക്കാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഐറ്റാണ്. ബാക്കി ഇപ്പോൾ ഇതിലുണ്ട് കേട്ടോ. ഫസ്റ്റ് ഐറ്റാണ്. അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. അതിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതെങ്ങനെയാണ് എടുക്കുക? ഇങ്ങനെ എടുക്കണം. ഗൈസ് പെൻസിൽസ്, ബ്ലാക്ക് കളർ പെൻസില്. പക്ഷേ ഗൈസ് റൈസർ മാത്രം പല കളേഴ്സ് 5 എണ്ണം വരുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുണ്ട്. ഓക്കെ. ബ്രാൻഡ് ഡോംസ് പേപ്പർ ഫ്രണ്ട് അങ്ങനെ എന്തുവാണ് ഗൈസ് എഴുതിയിട്ടുള്ളത്. പേപ്പർ ഫ്രണ്ട് അങ്ങനെ എന്തുവാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എന്തോന്നല്ല, അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ 5 എണ്ണം വരുന്നുണ്ട് പെൻസിൽ. അപ്പോൾ പെൻസിൽ വാങ്ങേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഗൈസ് പെൻസിലൊക്കെ നമുക്കൊരു മെയിനായിട്ടുള്ള റേറ്റാണ്. അത് വാങ്ങിയാലും പെട്ടെന്ന് തീരും ചെയ്യും. പിന്നെ പെട്ടെന്ന് അത് ആവശ്യങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല. അടുത്തതായിട്ട് വാട്ട് ഇസ് ദിസ്? ഓക്കെ, ഇത് എടുത്തതാണ്. എന്നിട്ട് ഇതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നടക്കുമ്പോഴാണ് ഗൈസ് ഇത് ഞാൻ കണ്ടത് കേട്ടോ. ഇത് ഡോംസിൻ്റെ കളർ പെൻസിൽസ് ആണ് കേട്ടോ. 12 ഷെയ്ഡ്സ് വരുന്ന കളർ പെൻസിൽസ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ. ഓക്കെ ഗൈസ്, ഇതിലൊരു ഇറൈസർ ഷാർപ്പനർ വരുന്നുണ്ട്. ബ്ലാക്ക് ഷാർപ്പനർ. പിന്നെ ഇതാ 12 ഷെയ്ഡുള്ള പെൻസിൽസും കൂടി വരുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ ശരിക്കും റേറ്റ് എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കാം. ഇതിന് 30 രൂപയാണ്. ഇതിന് 35 രൂപയാണ്. ഇപ്പോൾ തന്നെ 65 രൂപയായി ഗൈസ്. നമുക്ക് വെറുതെ കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ. അങ്ങനെ ഗൈസ് നമുക്ക് ഇത് ഇതിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ കളർ പെൻസിൽസ് ആണ്. ഇതും ഡോംസിൻ്റെ തന്നെയാണ്. ഇതിലുള്ളതെല്ലാം ഡോംസിൻ്റെ ബ്രാൻഡാണ്. നെക്സ്റ്റ് വരുന്നത് പ്ലാസ്റ്റിക് ക്രയോൺസ് എന്നാണ് കാണിക്കുന്നത്. പ്ലാസ്റ്റിക് ക്രയോൺസോ. ഓക്കെ. ഇതൊരു ചെറിയൊരു സാധനമാണ്. പിടിച്ചോക്കാം ഗൈസ്. ഡോംസിൻ്റെ തന്നെയാണ്. ഓക്കെ. ഇത് കളർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. പ്ലാസ്റ്റിക് ക്രയോൺസ് എന്നാണ്. ഇത് പ്ലാസ്റ്റിക് ആണോ? ഐ ഡിഡ്ന്റ് നോ. ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ, ഇതിലത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ബ്രഷ് പെൻ വർക്ക് ചെയ്യുന്നത്, അതെല്ലാം ഞാൻ ലോങ് വീഡിയോ അല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കാരണം ഈ വീഡിയോ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല. ഇത് പ്ലാസ്റ്റിക് ക്രയോൺസ് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അതെനിക്കൊരു സംശയം ഇത് പ്ലാസ്റ്റിക് ആണ് അല്ലാതെ തോന്നുന്നു കേട്ടോ. ചെറിയൊരു മിനിസൊക്കെ ഉണ്ട്. ഓക്കെ. ഇതിൻ്റെ റേറ്റ് 25 റുപ്പീസാണ്. 65, 17, 18, 19 റുപ്പീസ് ആയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇത് ലാഭമാണെന്ന് തോന്നുന്നു. ഇത് 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അല്ലേ 15 രൂപ. സോറി ഗൈസ്, 15 രൂപ. പക്ഷേ ഗൈസ് നമ്മുടെ ഹോൾസെയിൽ കടയിലൊക്കെ 10 രൂപ ഉണ്ട്. അപ്പോൾ നമുക്ക് 10 രൂപ കൂട്ടാം. ഓക്കെ. അപ്പോൾ 100 രൂപ ഏകദേശം ആയി. പക്ഷേ ഇതിൽ
ഞാൻ കാണിച്ചു കേട്ടോ. ഇത് 12 ഷെയ്ഡ്സിൻ്റെ ക്രയോൺസ് എല്ലാം സ്കെച്ചാണ് ഗൈസ്. ഓക്കെ, സ്മോൾ സ്കെച്ചസ് ആട്ടോ. ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ട് ആവശ്യമില്ലാന്ന് എനിക്കറിയാം, പക്ഷേ റിസൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു വലിപ്പമുള്ള ഓരോ കളേഴ്സ് ഇതിലുണ്ട് കേട്ടോ. സ്കെച്ചാണ്. ഇതിന് 15 രൂപ അതിൻ്റെ ബാക്കിൽ, ബട്ട് ഇതിന് ഇവിടെ ഒക്കെ 10 രൂപ ഉള്ളൂ ഈ സാധനം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഈ ഇറേസറിൻ്റെ റേറ്റ് 5 രൂപയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഇറേസറാണ്. ഓക്കെ, ഇതൊരു ബോക്സൊക്കെ ആയിട്ട് ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഡോംസിൻ്റെ ഇറേസറാണ്. ഓക്കെ, ഞാൻ ഇറേസർ വാങ്ങിയിട്ടില്ല സെപ്പറേറ്റ്, അതുകൊണ്ട് നല്ലതാണ്. ഞാൻ സെപ്പറേറ്റ് വാങ്ങാതെ ഇത് നന്നായിട്ടോ. പിന്നെ ഞാൻ ഷാർപ്പ്നറും സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല. ഓൾറെഡി നമ്മുടെ പെൻസിലിൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിലൊരു ബ്ലാക്ക് ഷാർപ്പ്നർ വരുന്നുണ്ട് കേട്ടോ. എടുക്കാതിരുന്നാൽ നന്നായി. എനിക്കിത് തോന്നുന്നു ഓക്കെ ആണ്, ബഡ്ജറ്റിൽ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു സ്കെച്ച് വരുന്നുണ്ട്. എല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാം. സ്കെച്ച്, കളർ പെൻസിൽസ് വിത്ത് ഷാർപ്പ്നർ, 2 ഷാർപ്പ്നർ ഉണ്ട് ഇതിൽ. പിന്നെ ഒരു പ്ലാസ്റ്റിക് ക്രയോൺസ്, പിന്നെ പെൻസിൽസ്, ഇറേസറും ഷാർപ്പനറും. ഓക്കെ, ടോട്ടൽ ഒരു ഡോംസിൻ്റെ ഒരു സെറ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വർക്കാവുന്നുണ്ടോ? ഇതിൻ്റെ ഐറ്റംസൊക്കെ വർക്കാവും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്രയോൺസിൻ്റെ കാര്യത്തിൽ എനിക്കെന്തോ പോലെ തോന്നുന്നു. അപ്പോൾ അത് വർക്കാവുന്നുണ്ടോ? പിന്നെ ബ്രഷ് പെന്നിൻ്റെ അതെല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഗൈസ്, ഏറ്റവും അവസാനമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് പൗച്ചാണ്. അപ്പോൾ ഇതും കൂടി നമ്മുടെ ഐറ്റംസ് സ്കൂൾ ഷോപ്പിംഗ് ഹാൾ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു പൗച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 റുപ്പീസാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട്. എനിക്ക് ചെറിയ പൗച്ച് മതി, വലിയ പൗച്ചൊക്കെ ഉണ്ട്, നല്ല റേറ്റ് ഉള്ളത്, നല്ല ക്യൂട്ടായിട്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വെറുതെ വെക്കണമല്ലോ. പക്ഷേ ഈ ഒരു പൗച്ചാണ് ഗൈസ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെടുത്തു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കൂൾ ഷോപ്പിംഗ് ഹാൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഹോളൊക്കെ ഇടുന്നുണ്ട്, ഞാൻ ഇട്ടു. അപ്പോൾ നമുക്ക് നേരെ വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ താഴെ പറയണം കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വേറെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.